ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് കെ ആനന്ദകനകമാണ്. നമുക്കൊക്കെ അറിയാം, 13 ദിവസത്തോളം നിരാഹാരമനുഷ്ഠിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കെതിരെ ധീരമായ പോരാട്ടം നടത്തിയവരാണവർ. അവരുടെ ജീവിതവും സമരവും ആണ് ഈ ലക്കത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം? എൻ്റെ കുട്ടിക്കാലം, എൻ്റെ വീട് മുക്കാണ്. മുക്കത്താണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ ഒരു ജന്മിയായിട്ടുള്ള ഒരാളായിരുന്നു. എങ്കിലും ഞാൻ പറയാറുണ്ടായിരുന്നു അച്ഛൻ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. മനസ്സുകൊണ്ട് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പ്രസ്ഥാനം മുക്കത്ത് സ്ഥാപിക്കാൻ വേണ്ടി അത്രയേറെ പ്രയത്നിച്ചിട്ടൊരു മനുഷ്യനാണ്. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു മരിച്ചിട്ടൊരാളാണ്. ലോ കോളേജിലൊക്കെ എത്തുമ്പോൾ ഞാൻ ഇതൊക്കെ തുറന്നു പറയുമായിരുന്നു അച്ഛനോട്. പക്ഷേ അച്ഛൻ്റെ മനസ്സൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം ഇത്രയും മടിയുറച്ചൊരു കോൺഗ്രസ്സുകാരൻ. AKG ഒക്കെ ഒളിവിൽ താമസിച്ചിരുന്നല്ലോ. ആ സമയത്ത് അവിടുത്തെ 3-4 കമ്മ്യൂണിസ്റ്റുകാർ അന്നുണ്ടായിരുന്നു. ഒളിവിലാണ്, പോലീസ് പിടിക്കും, സുരക്ഷിതമായിട്ടൊരു സ്ഥലം വേണം. ഉടനെ അച്ഛൻ പറഞ്ഞത്, അന്നൊന്നും നമ്മളൊന്നും ജനിച്ചിട്ടില്ലാത്തൊരു ഒരു കാലഘട്ടത്തിലാണ്. അച്ഛൻ പറഞ്ഞു ശരി വന്നോളം പറയുന്നതാണ്. എന്നിട്ട് ഞങ്ങളെ വീടിൻ്റെ മുമ്പിൽ ഞങ്ങളെ വയലിൻ്റെ ഇപ്പുറം ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്, അവിടെ താമസിച്ചോട്ടെ. അങ്ങനെ AKG കൊട്ടിലും അവിടെ താമസിക്കുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ ഇരിക്കുന്നു. ആ വീട്ടിലെ ആൾ നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു. ആ പ്രദേശത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റായിരുന്നു. പ്രഭാത ഭക്ഷണം, വസ്ത്രം, എല്ലാ സംരക്ഷണം കൊടുക്കുന്നു. അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ AKG പോലെ ഒരാൾക്ക്. അത് കഴിഞ്ഞ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റായിട്ടിൻ്റെ നാടകം കേരളത്തിൽ നിരോധിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തും അന്നത്തെ നമ്മുടെ കൃഷ്ണേട്ടനൊക്കെ ഉണ്ടായിരുന്നില്ല. CPM പിന്നെ CPIൻ്റെ ഒക്കെ കൃഷ്ണേട്ടനും അച്ഛനടുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ നാടകം ഞങ്ങൾക്കൊന്ന് കളിക്കണം എന്താ വഴി. അപ്പം അച്ഛൻ പറഞ്ഞു അത് ജന്മിത്വത്തിനെതിരായിട്ടുള്ളതാണ്. അച്ഛൻ പറഞ്ഞു അതിനെന്താ പ്രയാസം, എൻ്റെ വയലിൽ. അപ്പോൾ തീരുമാനമായി. രാത്രി ആളെ വെച്ച് ആ വയൽ മുഴുവൻ നികത്തി, എല്ലാം നികത്തി സ്റ്റേജ് കെട്ടി. അപ്പോൾ കൃഷ്ണേട്ടൻ ഒരു യോഗത്തിൽ വെച്ച് പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ ഇതിന് ഡീറ്റെയിൽഡായി അറിയുന്നത്. സ്റ്റേജ് കെട്ടി കോഴിക്കോട്ട് നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ എത്തിയിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റായിട്ട് നാടകം സ്റ്റേജിൽ നടത്തുന്നു. അതിന് മുമ്പ് അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇന്നത്തെ പോലെ കസേരകളൊന്നും വാടകയ്ക്ക് എടുക്കണമെന്നല്ലോ. ഞങ്ങളെ വീട്ടിലുള്ള കസേരകളൊക്കെ അവരുടെ കൂട്ടത്തിൽ VIPസിന് ഇരിക്കാനായി കൊണ്ടിടും. പിന്നെ ഒരുപാട് പായകൾ വാങ്ങിച്ചു. ഈ വയൽ മുഴുവൻ പായകളിട്ട്. ആ പ്രദേശത്തെ ഗ്രാമല്ലേ, എല്ലാവരും വന്നിരിക്കണം. അപ്പം കൃഷ്ണേട്ടൻ പറയാം സ്റ്റേജിന് മുമ്പിൽ കസേരയിട്ട്, എൻ്റെ ചേട്ടന്മാരൊക്കെ ചെറുതാണ്, എന്നെ അച്ചുവേട്ടനും ഭാര്യയും മക്കളും. കാരണം ഈ നാടകം മുഴുവൻ ജന്മിത്വത്തിനെതിരായ അച്ഛനെ ജന്മിയാണ്. പക്ഷെ അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പോലീസ് വരുന്നു. പോലീസ് പറഞ്ഞ് അനുവദിക്കില്ല, ഇത് നിരോധിച്ചിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞ് എൻ്റെ സ്ഥലത്ത്, അന്ന് അച്ഛൻ അവിടുത്തെ ഒരു നാട്ടുരാജ്യവിനെ പോലെ പോലീസുകാർ പോലും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഇവരെ ആരെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയോ അതിൻ്റെ വിവരം നിങ്ങളറിയും, അനുവദിക്കില്ല എന്നാണ്. നാടകം നടക്കുന്നതാണ്. കുറച്ച് സമയത്തേക്ക് നാടകം നിർത്തിവെച്ച്. പക്ഷേ പോലീസുകാർ മടങ്ങിപ്പോയി. നാടകം പൂർണ്ണമായിട്ടും കളിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ശരിക്കും മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അച്ഛൻ ചിരിക്കരുത്. എനിക്ക് അടിയുറച്ച കോൺഗ്രസ്സുകാരൻ വെച്ചാലും ഇവിടെ മലബാറിൽ ആ കാലഘട്ടത്തിലൊന്നും ബാങ്കില്ലായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആളുകൾക്ക് സ്വർണവും പണമൊക്കെ ഒന്നും വീട്ടിൻ്റെ ഉള്ളിൽ കുഴിച്ചിടുക, പെട്ടിയിലാക്കി, അങ്ങനെയായിരുന്നു. ആദ്യത്തെ ബാങ്ക് കോഴിക്കോട് 2ാം ഗേറ്റിൻ്റെ അടുത്ത് തുടങ്ങും, PNB ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ബാങ്കറായിക്കൊണ്ട് അച്ഛനും അമ്മയുടെ സഹോദരനും കൂടെ കൂടിയിട്ട്
കോഴിക്കോട് സെക്കൻഡ് ഗേറ്റിൽ ഈ ഏരിയയാണ് റോഡ് വൈഡനിങ്ങിൽ ആ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ 14 ബ്രാഞ്ചസ് മലപ്പുറത്തടക്കം ഉള്ള വേങ്ങരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ എന്നും ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് കേളപ്പച്ചിൻ്റെയും ഉമ്മർവായുടെയും ഇവരൊക്കെ കൂടെ ഇവൻ ഗുരുവായൂർ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നും ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് സമരം കൊറ്റങ്കൽ അച്യുതൻ എന്ന് പറയും. അമ്മ ദേവകി, അമ്മ എന്ന് പറഞ്ഞൊരു ഞങ്ങളൊക്കെ മറിച്ച് ഞാനും ചേച്ചി കാഞ്ചനമാരൊക്കെ പറയും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സേവനം സമൂഹത്തിന് ആ 4 കെട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട്. ഒരുപാട് ഇങ്ങനെ ഡിവോഴ്സായി പോകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അത് വീടിൻ്റെ 3-ാം നിലയിലേക്ക് പോയിട്ടാണ് ഞങ്ങളൊക്കെ നിറയെ ആളുകളായിരിക്കും കേൾക്കും വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റിൽ ചെയ്തു. പിന്നെ ധർമ്മിഷ്ഠൻ ചില അച്ഛനും അമ്മയും അത്രയും ധർമ്മിഷ്ഠലാണ്. അത്ര എന്നും ഞങ്ങളെ വീട്ടിലൊരു പുതിയൊരാൾ കയറി വരികയാണെങ്കിലും ഇതൊരു കല്യാണ വീടാണെന്ന് തോന്നുന്നു. അത്ര ആളുകളുണ്ടാവും, രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയും ഫുഡിന്. അങ്ങനെ അച്ഛൻ ഈ ബാങ്ക് തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാർ അതിനെതിരെ കേസെടുത്തു. അങ്ങനെ കേസ് കാരണം ബാങ്ക് പൂട്ടി. ആ ഒരു ബിൽഡിങ് പിന്നെ ഞങ്ങളെ അച്ഛൻ്റെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും ഒരു ഗസ്റ്റ് ഹൗസ് പോലെ വെച്ചിരുന്നു. അതിൻ്റെ വലിയ വീട് എന്നതിൻ്റെ പേര്. അതായത് ജയശ്രീ സ്റ്റോഴ്സിൻ്റെ തൊട്ടപ്പുറകിൽ ആ കിണറുണ്ട്, ബെഡ്റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട് വരുമ്പോൾ എല്ലാവരും റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. പിൽക്കാലത്ത് ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ കൊല്ലമാണ് അതിൻ്റെ കേസ് വർഷങ്ങളെടുത്ത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള ആ കേസ് അവസാനിക്കുന്നത് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആ കൊല്ലാണ്. പിന്നെ പിൽക്കാലത്ത് ഞാനതൊരു ഓഫീസായിട്ട് ഉപയോഗിച്ചു. പിന്നെ അത് ഓഫീസ് മാത്രമല്ല, അന്ന് എൻ്റെ സീനിയർ അഡ്വക്കേറ്റ് ഒരു റവല്യൂഷണറി പാർട്ടിൻ്റെ ആളായിരുന്നു. അതിൻ്റെ പലതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും അതിന് എന്താ പറയേണ്ടതും ഇവരെ വലിയൊരു റവല്യൂഷണറി പാർട്ടീൻ്റെ നേതാവിൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താ പറയുന്നതും ആ പബ്ലിഷ് ചെയ്യുന്ന ഞാൻ പൂർണ്ണമായി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ കൂടെ ഓഫീസായിട്ട് അത് അഡ്വക്കേറ്റ് PM പത്മനാഭൻ, റവല്യൂഷണറി പാർട്ടിൻ്റെ അത്രയും. പക്ഷേ അവർക്ക് ഗ്രോവാക്സെറ്റനാണെങ്കിലും അവരെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അവർ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്ഥിരം പറയാറുള്ള അമ്പിക്കറിയാലോ, വാസേട്ടൻ്റെ എല്ലാ സമരത്തിലും ഞാൻ പങ്കുകൊണ്ടിട്ടുണ്ട്. എല്ലാ സമരവും, ഗോളിയറായ സമരമായാലും പിന്നെ മാലിന്യ പ്രശ്നത്തിലായാലും എല്ലാ സമരങ്ങളും. അന്നൊക്കെ നമ്മളെ കുട്ടിക്കാലം. എന്നാലും ഞാൻ ഓടിച്ചാടി വാസേട്ടൻ്റെ ഓരോ സമരത്തിലും. അപ്പം എനിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ വാസേട്ടൻ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. എങ്ങനെയാ ഈ പിന്നെ കോളേജ് പഠനകാലത്ത് പിന്നെ രാഷ്ട്രീയ രംഗത്ത് KSU പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു സമരം ഉണ്ടായി. അപ്പം സീനിയർ കുട്ടികളൊക്കെ സമരത്തിൽ ക്ലാസ് ബഹിഷ്കരിച്ചു പോയി. നമ്മളെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ജയ് വിളിക്കുന്നത് കേട്ടത് ഞാനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. അന്ന് വളരെ ചെറുതാണ്. അപ്പം പോലീസ് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങളാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ബ്രദറും കസിൻ ബ്രദേഴ്സും ഫ്രണ്ട്സൊക്കെ കൂടെ സ്കൂളിൽ വന്നു. അപ്പം ഞാൻ ഓടിച്ചെന്ന്, എനിക്കറിയില്ല എൻ്റെ ബ്രദറൊക്കെ അറിയുന്നുണ്ട്, ഓടിച്ചെന്ന് ഇവരെ ഇടയിൽ ചെന്നപ്പോൾ അന്നത്തെ SI എന്നെ നേരെ കൊണ്ടു കൊടുക്കുന്ന ഏട്ടൻ്റെ മുമ്പിലേക്ക്. എന്താ സമരം ഒന്നും അറിയില്ല, പക്ഷെ ആവേശം കൊണ്ട് ഓടിപ്പോയി. പിന്നെയും എൻ്റെ സമരം വരുന്നത് എനിക്ക് ലോന് പഠിക്കണം. പക്ഷേ കോടതിയും നിയമവും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ അച്ഛൻ. കാരണം ഈ ബാങ്കിൻ്റെ കേസും പല പ്രശ്നങ്ങളായിട്ട് എല്ലാ അഭിഭാഷകരായിട്ട്. അപ്പോൾ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിനുള്ളൊരു പ്രൊഫഷനല്ല എന്ന് അച്ഛൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഈ പ്രൊഫഷൻ വിടുന്നത് ഇഷ്ടമല്ലായിരുന്നു അച്ഛൻ. പക്ഷേ എനിക്ക് പ്രൊഫഷൻ പോകാനുള്ള കാരണം എന്താണ്? പോളിറ്റിക്സിനോടൊരു ഇഷ്ടം. മഹാത്മാഗാന്ധിൻ്റെയും ഇവരൊക്കെ ലൈഫ് ഹിസ്റ്ററി വായിച്ച് ഞാൻ നന്നായി വായിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ വന്നാൽ കാണുന്ന ബ്യൂട്ടിഫുൾ ലൈബ്രറിയുള്ളത്. പിന്നെ അപ്പം എല്ലാ മഹാന്മാരുടെയും അത് എൻ്റെ മനസ്സിൽ അതാണ്. വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കോടതി എന്താണെന്നും അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അച്ഛൻ പോണ്ടെന്ന്. അപ്പം ഞാൻ ഹങ്കർ ഫാസ്റ്റിംഗ് നടത്തി. ഒരു നിരാഹാരം. ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളെ വീട്ടിലന്ന് 12ഓളം ജോലിക്കാർ വീട്ടിനകത്ത്, 10ഓളം കാര്യസ്ഥന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വീടാണ്.
ഇവരെല്ലാവരും വന്നിട്ട് എനിക്ക് പാല് കൊണ്ട് തരുന്നു, പഴം കൊണ്ട് തരുന്നു, ഭക്ഷണം കൊണ്ട് തരുന്നു. ഞാൻ കഴിക്കില്ല എന്ന് തന്നെ. അങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോൾ ഒരു കാര്യസ്ഥനും എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ബ്രദറുണ്ട്, PK ഗോവിന്ദൻ എന്ന് പറഞ്ഞ് മരിച്ചുപോയി, ഹിസ് നോ മോർ. അവിടെ പോയി പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വയ്യാതിരിക്കുന്നു. അപ്പം തന്നെ കാറെടുത്ത് വീട്ടിൽ വന്നൊരു വാക്കിംഗ് സ്റ്റിക്കും പിടിച്ചുകൊണ്ടാണ് കയറി വന്നത്. മുളയെന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ എനിക്കൊരാശ്വാസം. അപ്പം എന്നോട് എന്താ നമുക്ക് ലോ കോളേജിൽ ചേരണം. ഞാൻ പറഞ്ഞു മാമയ്ക്ക് കാരണം ലോ കോളേജിൽ ചേരണം. അപ്പോൾ അളിയനായെങ്കിലും സ്വന്തം ജ്യേഷ്ഠനെ പോലെ അച്ഛൻ റെസ്പെക്റ്റ് ചെയ്യും അമ്മയുടെ ബ്രദേഴ്സിന്, അത്ര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ ചേർന്നു. പിറ്റേ ദിവസം ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടയ്ക്കുന്നുണ്ട്. അച്ഛനോട് വീട്ടിൽ വരാൻ വേണ്ടി എന്നോട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. കോഴിക്കോട്ട് വന്ന് ബാങ്കിൽ വന്ന് പണം അടയ്ക്കുന്നു. കോഴിക്കോട് ലോ കോളേജ്. പക്ഷേ അത് അന്ന് പെൺകുട്ടികൾക്ക് സീറ്റ് ലിമിറ്റഡ് ആയിരുന്നു. ശരി. മാത്രമല്ല സീറ്റ് മുഴുവൻ കൊടുത്തുകൊണ്ടിരുന്നത് സയൻസ് സ്റ്റുഡൻസിനായിരുന്നു. അവിടെ സീറ്റ് കിട്ടാൻ പ്രയാസം. ഞാൻ വളരെ പ്രയാസമായിരുന്നു. ഞാൻ 8ാം ക്ലാസ് മുതൽ ഈ പിന്നെ KP കേശവമേനോൻ്റെ അവരൊന്ന് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അന്ന് മുതൽ ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ KP കേശവമേനോൻ കത്തെഴുതിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന ശ്രീനാട്ടൻ ഇപ്പം ജീവിച്ചാൽ അങ്ങേർക്കറിയാം, അങ്ങനെ കണ്ണ് കാണൂലല്ലോ. പക്ഷെ എല്ലാറ്റിനും എനിക്ക് റിപ്ലൈ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എല്ലാറ്റിനും എനിക്ക് റിപ്ലൈ, ആ കണ്ണ് കാണാതെ പ്രിയപ്പെട്ട മകളെ എന്ന് വിളിച്ചിട്ട് റിപ്ലൈ ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് അപ്പം എൻ്റെ കൂടെ വരാൻ ഒരാളില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകനുണ്ട്, അവരൊക്കെ പഠിച്ചു വളർന്ന് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ അവനോട് എടാ ഇനി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡ്രൈവറെ വിളിച്ച് മാതൃഭൂമിയിൽ വന്ന്. അതിനു മുമ്പ് ഞാൻ കണ്ട് പ്രോവിഡൻസ് കോളേജിൽ പ്രോഗ്രാം വന്നപ്പോൾ അന്ന് KP കേശവമേനോൻ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു മകൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ എഴുത്തുകുത്തുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ ഭാഗത്ത് കേട്ട ഭയങ്കര എന്നെ വിളിക്കുന്നു. അങ്ങനെ അന്ന് ആദ്യമായി കാണുന്നത്. പിന്നെ ഞാൻ മാതൃഭൂമി പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് ജേർണലിസത്തിന് പോകാൻ ഇഷ്ടമായിരുന്നു. ആ KP കേശവമേനോൻ എന്നോട് പറഞ്ഞത് അതിന് പോകണ്ട, ആ കാലഘട്ടം സ്ത്രീകളില്ലല്ലോ, അത് മോൾക്ക് പറ്റിയൊരു ജോബല്ല. 2 കാര്യമാണ്, ഒന്ന് ജേർണലിസം അല്ലെങ്കിൽ ലോ. ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത് പറ്റിയ ജോബല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിട്ട്. അപ്പോൾ ലോൻ്റെ കാര്യം പറഞ്ഞു വേണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണം, ഒരു പൊളിറ്റിക്സിലൊക്കെ പോയാൽ ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേരാണ് പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞു ലിമിറ്റഡ് സീറ്റ് 2 ഉണ്ട്, സീറ്റ് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടുന്നു. ലോ കോളേജിൽ ചേരുന്നു. ലോ കോളേജിൽ KSU സ്ട്രോങ് ആയിരുന്നു. ലോ കോളേജിൽ KSUവിൻ്റെ എല്ലാവർക്കും ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ KSUക്കാരെല്ലാം സ്ട്രോങ് ആയിട്ട് പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അന്ന് അവിടെ ലോ കോളേജിൽ ചേർന്നിരുന്നു. യൂണിവേഴ്സിറ്റി ചെയർമാനൊക്കെ ഞങ്ങൾ ഇന്നത്തെ ഇലക്ഷൻ പോലെ വീട് കയറിയിട്ടായിരുന്നു ഇലക്ഷൻ വോട്ട് പിടിക്കാൻ പോയിരുന്നു. പക്ഷേ ലോ കോളേജിൽ ലാസ്റ്റ് ഇയറൊക്കെ ആയിരുന്ന സമയത്ത് ഈ കോൺഗ്രസ്സിൽ ഈ ഗ്രൂപ്പിസം അങ്ങനെ തഴച്ച് വളരാൻ തുടങ്ങി. പിന്നെ ഈ ഗ്രൂപ്പിസം വന്നപ്പോൾ എയും ഐയും ഒക്കെ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്ന് എനിക്കെന്തോ പൊളിറ്റിക്സിനൊരു പക്ഷെ അന്ന് മുതൽ ഈ പൊളിറ്റിക്സിലുണ്ട്. അന്നത്തെ യൂത്ത് കോൺഗ്രസ് SC ഷൺമുഖദാസൊക്കെ ഞങ്ങളെ വീടായിട്ട് വളരെ അടുപ്പം തന്നെ. എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂട്ടത്തിലൊരാളായിരുന്നു ഷൺമുഖദാസ്. പൊളിറ്റിക്സിൽ വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ എനിക്ക് ഇവരെ ഈ ഗ്രൂപ്പിസം കണ്ടിട്ട് വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷം പിന്നെ പിന്നെ KSUവിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് ആകാൻ പറഞ്ഞു. താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മ പറഞ്ഞു അവൾക്ക് താല്പര്യം, പിന്നെ അച്ഛൻ അനുവദിക്കും അറിയില്ല. ഒരു പൊതുരംഗത്തേക്ക് പോവുകയല്ലേ. അവിടെ വെച്ച് കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഈ കോടതികൾ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ കോടതികളല്ല, അവിടെ നീതിയുടെ കോടതിയല്ല. സത്യമേവ ജയത എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് സത്യത്തിൻ്റെ കോടതിയാണെന്ന് എനിക്കവിടെ കാണാൻ പറ്റില്ല.
കാരണം ഇത് എന്താ പറയേണ്ടത്, എനിക്ക് തോന്നുന്നത് കോടതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയൊരു ഇരുമ്പ് കോട്ട. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള പ്രയാസം വളരെ പ്രയാസമാണ്. അതിങ്ങനെ പോവുകയാണ്. എപ്പോഴും പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നവരായിട്ട്, തെറ്റ് ചെയ്ത പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നവരായി അവിടെ ചിലപ്പോൾ സത്യം അവിടെ കോടതി നോക്കുന്നത് നിയമപുസ്തകത്തിലെ നിയമങ്ങളാണ് നോക്കുന്നത്. പിന്നെ തെളിവുകൾ, എവിഡൻസ്, സാക്ഷിമൊഴികൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കോടതികൾ നോക്കുന്നില്ല. പക്ഷേ ധീരന്മാരായിട്ടുള്ള ചില ന്യായാധിപന്മാർ നമുക്കുണ്ടായിരുന്നു. അവർ ഈ എഴുതി വെച്ച നിയമങ്ങൾക്കപ്പുറം ആ പരിധിയൊക്കെ ലംഘിച്ചുകൊണ്ട് പല വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധികളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് പല വിധികളും വന്നിട്ടുള്ളത്. പക്ഷേ പൊതുവെ പറയുകയാണെങ്കിൽ ഇതിലപ്പുറം പോകുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. പിന്നെ കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനം ഞങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഡിലേ ഇൻ ജസ്റ്റിസ്, ഡിനൈൻ ജസ്റ്റിസ്. ഡിനൈൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻജസ്റ്റിസാണ്. ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. അപ്പം ഇത്രയും അഴിമതി നടക്കുന്ന സ്ഥലം കോടതിയെ പോലെ വേറെ ഇപ്പം ഇന്നത്തെ പോളിറ്റിക്സ് പോലെ ഇന്നത്തെ എക്സിക്യൂട്ടീവ് പോലെ ഇന്നത്തെ മീഡിയ പോലെ ഒക്കെ തന്നെ നമുക്ക് അവസാന ആശയമായിട്ടുള്ള സ്ഥലമാണ് കോടതി. ആ കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷയില്ല തരുന്നത്. അവിടെ നിയമം മാത്രം ജയിക്കും, നീതി നിഷേധിക്കപ്പെടുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഇപ്പോൾ ഈയിടെയായിട്ട് വളരെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ന്യായാധിപൻ്റെ വീട്ടിൽ നിന്ന് കോടികൾ പിടിക്കുന്നു. വളരെ വ്യക്തമായിട്ട് എന്താ പറയേണ്ടത്, നമ്മൾക്ക് അനീതിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീതിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത് നിയമങ്ങളിലും തെളിവുകളിലും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രം വിധി എഴുതുന്നു. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിലും ഓരോ ന്യായാധിപനും ഒരു മൂന്നാം കണ്ണുണ്ടായിരിക്കണം, ഒരു തേർഡ് ഐ ഉണ്ടായിരിക്കും. അതൊരു മനസ്സിൻ്റെ കണ്ണായിരിക്കണം. ആ കണ്ണിൽ കൂടെ ഓരോ പ്രശ്നങ്ങളിൽ ഒരു ന്യായാധിപൻ കാണുകയാണെങ്കിൽ ആ ന്യായാധിപൻ വെറും രേഖകളും ഡോക്യുമെൻറ്റ്സും എവിഡൻസും സാക്ഷിമൊഴികളും നോക്കിയിട്ടല്ല, അദ്ദേഹത്തിന് ആ മൂന്നാം കണ്ണിൽ കൂടെ നീതി എന്ന വിധി പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ഒരുപാട് വിധികൾ വന്നിട്ടുള്ളത്. ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട് അനുകൂലമായിട്ട്. ആ ലക്ഷ്മണ രേഖയൊക്കെ എന്താണ് വെട്ടിമുറിച്ചുകൊണ്ടുള്ള പരിധിക്കപ്പുറം കടന്നുകൊണ്ട് ധീരന്മാരായിട്ടുള്ള ന്യായാധിപന്മാർ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നു? അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ ന്യായാധിപൻ കേസ് പഠിക്കുന്നില്ല, ഒന്നുകിൽ ന്യായാധിപന് നിയമത്തിലുള്ള ജ്ഞാനം കുറവാണ്. ചില ന്യായാധിപന്മാർ സ്വാധീനത്തിന് കീഴടങ്ങുന്നു. അത് പല സംഭവങ്ങളിൽ നമുക്കിപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞു. എത്ര ക്രൂരമായിട്ട്, കാരണം ജനങ്ങളുടെ കോടതിയിൽ ഇതാണ് നീതി അതാണ് അനീതി എന്ന് അറിയാവുന്ന കാര്യങ്ങൾ പോലും നീതി അനീതിയെയും അനീതി നീതിയായിട്ടും മാറും. പിന്നെ ഈ സംവിധാനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ്. ഇത് മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് പോയി, പിന്നെ സബ് കോർട്ടിൽ പോയി, ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി, ഹൈക്കോടതിയിൽ സിംഗിൾ കോർട്ടിൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സാധാരണക്കാരായ സ്ത്രീകൾക്ക്, നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക്, ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളടക്കമുള്ള സാധാരണക്കാർക്ക് എങ്ങനെ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും? ഈ സംവിധാനം, വസ്ത്രങ്ങൾ പോലും ഇംഗ്ലീഷുകാരുണ്ടാക്കിയ വസ്ത്രമാണ് വന്നിരിക്കുന്നത് കോടതികളും. ആദ്യമായി കോഴിക്കോട് ബാറിൽ പ്രാക്ടീസിന് വന്നപ്പം ചുരിദാർ ഇട്ടപ്പം അവിടുത്തെ അഭിഭാഷകർ പറഞ്ഞു ചുരിദാർ ഇട്ട് വരരുത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ട് കാലും രണ്ട് പാൻറ്റിൻ്റെ ഉള്ളിലിടാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കും ഇതെന്തുകൊണ്ട് പറ്റില്ല? ഇപ്പം പിന്നെ എല്ലാവരും അങ്ങനെയായി.
എതിർപ്പായിരുന്നു, വളരെ യാഥാസ്ഥിതികമായിട്ട്. ഒരു സവർണ മേധാവിത്വം പോലും അവിടെ നമ്മൾ അന്ന് കണ്ടിരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് താങ്കൾ. ഈ സമരങ്ങളിൽ രണ്ട് രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും നടത്തിയിട്ടുള്ളത് നിയമ പോരാട്ടങ്ങളാണോ? അപ്പോൾ നിയമ പോരാട്ടങ്ങൾ അഴിമതി വിരുദ്ധ അഴിമതിക്കെതിരായിട്ടും 1984 അഴിമതി വിരുദ്ധ കമ്മിറ്റി ഉണ്ടാക്കി. ഗാന്ധിനഗരത്തിൽ വെച്ച് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രതിനിധികളും നിറയെ ആളുകളുണ്ടായിരുന്നു. അപ്പം അതിൽ അത് ചെയർപേഴ്സണായിട്ട് എന്നെ നിയോഗിച്ചത്. ഞങ്ങൾ നിരവധി സമരങ്ങളാണ്. ആദ്യം നടത്തിയ സമരം RTO ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. കാരണം മേശ ഇങ്ങനെ തുറന്നു വെക്കുകയാണ്. ബസ് ഓണേഴ്സ് വന്നിട്ട് അതിൽ പൈസ കാശിട്ട് പോവുകയാണ്. ആദ്യം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഓഫീസിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്തു. അങ്ങനെ തുറന്നു വെച്ച മേശ തുടക്കം ഫസ്റ്റ് സമരം. പിന്നെ ഞങ്ങൾ നഗരത്തിൽ ക്യാബ്ര, വ്യാപകമായി ക്യാബ്ര. നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടെന്നറിയില്ല, കുട്ടിക്കാലത്തായിരിക്കും. ഈ പാരഗൺ ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു അംബികേൻ്റെ പേര് തന്നെ അംബിക ഹോട്ടലിൻ്റെ ചെറിയൊരു ഹോട്ടൽ. ആ ഹോട്ടലിൽ എന്താ പറയുക, ബെഡ്ഷീറ്റും സാരി കൊണ്ടൊക്കെ മറച്ച് കെട്ടിയിട്ട് ക്യാബ്ര. ഈ ക്യാബ്ര കൊണ്ടുവരുന്നത് നാട്ടിൻപുറത്തല്ലേ, ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന പെൺകുട്ടികളെ ഇവരെ കൊണ്ട് നിർത്താറുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ക്യാബ്രയ്ക്കുള്ളിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ പ്ലാൻ ഇട്ടു. ഞങ്ങൾ പുറത്താരും അറിയണ്ട, ഒരു 6-8 പേരും. അതൊന്ന് PJ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒന്ന് വിശ്വൻ, നമ്മളെ മരിച്ചുപോയ മലാപ്പറമ്പല്ലേ. അപ്പോൾ ഈ വിവരം ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പാൻറ്റും ഷർട്ടൊക്കെ ധരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ക്യാബ്ര ഹാളിൽ കയറി. ക്യാബ്ര ഹാളിൽ ഞങ്ങൾ ഏറ്റവും ബാക്കിലിരുന്നു. അപ്പം ചിലരുടെ കയ്യിൽ മദ്യക്കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ലേഡി വന്നിട്ട് ആദ്യം വരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സാരി പിടിച്ചു വലിക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് വേറെ ആൾ പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ സാരി ഇട്ടിട്ട് അഴിയുന്നു. പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് ബട്ടൺ അഴിക്കുന്നു. വളരെ വേഴ്സ്റ്റായിട്ടൊരു കണ്ടീഷൻസിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഇവരെല്ലാം ടൈറ്റുമാണ്, മദ്യപിച്ചിട്ടില്ല. നമ്മൾ ഇറങ്ങിപ്പോകും. അപ്പം നമ്മൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വിവരം അന്ന് ദേശാഭിമാനിയിലുണ്ട് നമ്മുടെ അബ്ദുറഹ്മാനില്ലേ, CM അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാനാണ് ആദ്യം കമ്മ്യൂണിസം എന്താണെന്ന് എനിക്ക് പുസ്തകങ്ങൾ തരുന്നത്. ഇപ്പം അങ്ങനെയെന്ന് വിളിക്കാറുള്ളത് ലാസ്റ്റ് മൊമെൻ്റ് വരെ. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ രാധാ തിയേറ്ററിന് മുമ്പിൽ 2 ആൾ നിൽക്കുന്നു. അവർ കൈകൊണ്ട് ഇങ്ങനെ വീശുന്നുണ്ട്. അതൊന്ന് CM ആയിരുന്നു, ഒന്ന് ജയന്നറിനാണ്. എനിക്കറിയില്ലായിരുന്നു. ജയന്നറിനോട് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നില്ലത്. അങ്ങനെ അതിന് ശക്തമായ സമരം ഞങ്ങൾ ചെയ്തിരിക്കുമ്പോൾ കമ്മീഷണർ വിളിച്ച് പറഞ്ഞു എന്നോട്, ഒരു എന്തൊക്കെ സംഭവമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷണർ എന്നോട് പറഞ്ഞു, സൂക്ഷിക്കണം മാഡം, കാരണം ഇതിന് പിന്നിൽ വൻകിടകളാണ്, ലൈഫിന് തന്നെ ത്രട്ടനാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് അങ്ങനെ സമരം എന്താ പറയുന്നത്, ഞങ്ങൾ മാർച്ച് നടത്തി. അതിനൊക്കെ ഇതുണ്ട്. അന്നത്തെ ആ സമരത്തിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഒന്ന് PJ സെബാസ്റ്റ്യൻ, വിശ്വൻ എന്ന് പറയും. അങ്ങനെയല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറെ അറിയപ്പെടുന്ന സ്ത്രീകളായിരുന്നു അന്ന് ഈ സമരത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ കമ്മീഷണർ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത്. കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ വലിയൊരു ഹോട്ടൽ പങ്കി വന്നു. ആ ഹോട്ടലിൽ നടക്കുന്നതെന്ന് വെച്ചാൽ 80-100 പേരെ ഫോട്ടോസ് കാണിക്കുകയാണ്. അതിൽ സെലക്ട് ചെയ്യാണ് ആളുകൾ. ആ സ്ത്രീകളെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നു. അവർ കുറേ പേരെ ക്യാബ്രയ്ക്ക് അയക്കുന്നു, അങ്ങനെ പണം ഉണ്ടാക്കുന്നു. കുറേ പേരെ ഇവരെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾ ചൂതാട്ടത്തിനെതിരായി. കോഴിക്കോട് കോർപ്പറേഷൻ്റെ എക്സിബിഷൻ അറിയാലോ, ആരോഗ്യ വിദ്യാഭ്യാസ പ്രദർശനം എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ മറുപടി ചൂതാട്ടം, പെൺവാണിഭം. അത് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭർത്താവ് അടക്കം അതിൽ ഇൻവോൾവ് ആയിരുന്നു, ഇത് നടത്തിപ്പുകാരായിട്ടും. അപ്പം അതിനെതിരെ ശക്തമായി ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങി. ഇവിടെ RD ഓഫീസിന് അന്ന് RD ഓഫീസ് മാനേജർ അവിടെ
നിരാഹാര അന്ന് ഈ CPM ഇന്നിപ്പോൾ ടോപ്പിലിരിക്കുന്ന കെട്ടി കുഞ്ഞിക്കണ്ണൻ ഞങ്ങളൊക്കെ ഒന്നിച്ചാണത്. നിരാഹാര സമരം നടത്തിയതൊന്ന് കുഞ്ഞിക്കണ്ണനാണ്. പിന്നെ ചൂതാട്ട വിരുദ്ധ ചൂതാട്ടം. അങ്ങനെ ഇവർ ശക്തമായി ഞങ്ങൾ പറയുന്നു. അന്ന് വാസേട്ടനൊക്കെ നമ്മൾ പഠനം. അങ്ങനെ ചൂതാട്ട സമരം നടത്തും. അപ്പം കോർപ്പറേഷൻ അത് അംഗീകരിക്കില്ല, അവസാനിപ്പിക്കണം. അവസാനം ഞങ്ങൾ 6 പേര് കോർപ്പറേഷനിൽ പോകുന്നു. കമ്മീഷനോട് ഞങ്ങൾ പറയുന്നു, ഈ ചൂതാട്ടം പെൺമാണിപ്പോൾ നിർത്തിയിട്ടില്ലെങ്കിൽ, അപ്പോൾ വാസുകേട്ടനാണ് പറയുന്നത്, 5ാമത്തെ പ്രാവശ്യം ഞങ്ങൾ കോർപ്പറേഷനിൽ പോകുന്നു, ഇനി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീ കൊടുത്ത് കത്തിച്ചോളിന്നാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറങ്ങുന്നു. അപ്പോൾ തിരിച്ചു വിളിക്കുന്നു. പിറ്റേ ദിവസം ഇത് അവസാനിപ്പിക്കുന്നു. പിന്നെ 10 വർഷം എക്സിബിഷൻ നടന്നിട്ടില്ല. അപ്പോൾ അവരുടെ വരുമാനം അതായിരുന്നു. മനസ്സിലായി? ഇന്നിപ്പോൾ മദ്യത്തിൽ കൂടെ വരുമാനം ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ ആര് നശിച്ചാലും പ്രശ്നമില്ല, സ്ത്രീകൾ നശിച്ചാലും പ്രശ്നമില്ല, കുടുംബം എന്താ പറയേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാലും പ്രശ്നമില്ല. പണം വേണം, എല്ലാറ്റിനും പണം വേണം. ഇപ്പം നവോത്ഥ ആ ഒരു സമരം കഴിഞ്ഞു ചൂതാട്ടത്തിനെതിരെയും. പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്ന നിരവധി അഴിമതിക്കെതിരെ ഒരു ഫൈറ്റ്, 93, 94, 95, 95 നിരന്തര ഫൈറ്റ് ആയിരുന്നു. അതിന് ഭയങ്കര കല്ലേറുകളും ഉണ്ടായിരുന്നു. അതിലന്ന് ഇവിടുത്തെ പ്രമുഖ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പ്രമുഖ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കൊരു ടാക്സി പോയരുത്, നിങ്ങൾ ഒറ്റയ്ക്കൊരു ഓട്ടോറിക്ഷ പോയരുത്, ആദ്യം വരുന്ന ഓട്ടോറിക്ഷ കാണുകയെന്ന് വെച്ചാൽ അത് നിങ്ങൾ നിർത്തരുത്, 1 2 പോയി കഴിഞ്ഞു. അപ്പോൾ എന്താ ഒരു ത്രട്ടനിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടുകാരെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ട് അത്ര ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും. പിന്നെ ബസ്സിലെ സീറ്റിന് വേണ്ടിയിട്ട് അന്ന് സ്ത്രീകൾക്ക് ഭയങ്കര 3 മാസം നീണ്ടു നിൽക്കുന്ന സമരം. ആ സമരത്തിൽ വിജയിച്ചു, അതിന് ഓർഡർ കിട്ടി. അന്ന് 20% സീറ്റ് അനുവദിക്കുന്നു. എന്നിട്ടും അത് പിടിച്ചെടുക്കാൻ നോക്കി, അതിനും സമരം. ഈ വനിതാ കമ്മീഷൻ കുറേ കോർപ്പറേഷൻ കുറേ കമ്മീഷനുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഉണ്ടാക്കി വെച്ചതെന്നറിയാം? ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കോടികൾ ചിലവഴിക്കുന്ന വികസനം, അത് ഇത് പറഞ്ഞ ഒരുപാട് സാമൂഹ്യക്ഷേമ വകുപ്പ് ഒരുപാട് പ്രവർത്തിക്കാൻ എല്ലാ വകുപ്പുകളുണ്ട്. പക്ഷേ ഇങ്ങനെ കുറേ കമ്മീഷനും എല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാലും ഒരു MLA MP ഒന്നും ആകാൻ പറ്റാത്തവർക്ക് അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു എന്താ പറയുക സ്ഥാനം കൊടുത്ത്, കാറിന് കാറ്, താമസത്തിന് ശമ്പളത്തിന് ശമ്പളം, ആനുകൂല്യം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വനിതാ കമ്മീഷൻ തന്നെ പല്ലും നഖവും ഇല്ലാത്ത ഒരു കടലാസ് കൂലി. ഒരു വനിതാ സംഘടന നടത്തുന്ന പണിയെ അവർ നടത്തുന്നുള്ളൂ. ഇവിടെ സ്ത്രീകൾക്ക് ഈക്വലായിട്ട് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് നിരന്തര, ഞാൻ അന്ന് ബസവണ്ണ അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു. അപ്പം ഗവർണറെ, ചീഫ് സെക്രട്ടറീനെ, പിന്നെ ആഭ്യന്തരമന്ത്രീനെ, ചീഫ് മിനിസ്റ്ററൊക്കെ പോയി കണ്ടിട്ട് പലതവണ നടന്നിട്ടാണ് അത് അനുവദിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വനിതാ കമ്മീഷൻ അവരെ പാർട്ടിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് പാർട്ടി എന്താണ് കോടതിയുണ്ട്, ഞങ്ങൾക്ക് പാർട്ടി പോലീസുണ്ട് എന്ന് പറയുന്ന വനിതാ നേതാക്കന്മാരാണ്. അവരെല്ലാം സുഖങ്ങളെ അനുഭവിച്ചിങ്ങനെ ജീവിക്കുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പിന്നെ ഞാൻ സമരം നടത്തിയതും സ്ത്രീകൾക്ക് നിയമസഭയിലും പാർലമെൻറ്റിലും തുല്യമായിട്ടുള്ള സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ജനസംഖ്യാനുപാതിക. ഇതെങ്ങനെ ഇപ്പം കൊടുക്കുന്നത്? സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയിക്കുമ്പോൾ പേരിന് എന്താ നേർച്ചക്കോഴീനെ പോലെ കുറച്ച് സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ നിയമസഭയിൽ പാർലമെൻറ്റിലും എത്ര സ്ത്രീകളുണ്ട്? എത്ര വർഷങ്ങൾ? നവോത്ഥാനത്തിൻ്റെ ഈ ശബരിമല കയറ്റലല്ല നമ്മളെ സ്ത്രീ പുരുഷ ഭരണഘടന നമുക്ക് നൽകുന്ന തുല്യത, അവകാശങ്ങൾ, സ്വത്തവകാശത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും തുല്യമായ അവകാശം, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടുന്നില്ല, തരുന്നില്ല. അതിന് സംസാരിക്കാൻ നമ്മുടെ നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് ശബ്ദിക്കാൻ പറ്റാത്ത സ്ത്രീകളാണ്. കാരണം അവിടെ നിയന്ത്രണമാണ്. നിങ്ങളിതേ സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പം മതിൽ കെട്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരണം, ഒരിക്കലും
ഇളകാത്ത, ഒരിക്കലും ശബ്ദിക്കാത്ത, നീ നിന്നിടത്ത് തന്നെ നിന്ന മതിൽ പോലെ. അതിൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ. അത് വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേതാവ്. എന്നിട്ട് ഈ പുരുഷ മേധാവികളൊക്കെ കൂടെ നിന്നിട്ട് ഇവർ പാവം പിടിച്ച പെണ്ണുങ്ങൾ, എനിക്ക് ഈ വനിതാ നേതാക്കന്മാരൊക്കെ അതിന് പോയല്ലോ. കാരണം ചലിക്കാത്ത മതിൽ, ശബ്ദിക്കാത്ത മതിൽ, ഒരിക്കലും ഇളകില്ലല്ലോ മതിൽ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ മതിലായിട്ട് അവിടെ നിന്നോളി എന്ന് പറഞ്ഞ് മതിൽ. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഈക്വാലിറ്റിയാണ്. നിയമനിർമ്മാണ സഭകളിലും പാർലമെൻറ്റിലും നമുക്ക് ഈക്വാലിറ്റി ജനസംഖ്യാനുപാതമായി തന്നാൽ മതി. അത് അനുവദിച്ചു. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏറ്റവും അവസാനം നീണ്ട കാലത്തൊരു നിരാഹാര സമരം, 13 ദിവസത്തെ നിരാഹാര സമരം. മറ്റേത് അതിന് മുമ്പ് ഞങ്ങൾ 84 നടത്തിയ സമരം എന്ന് പറഞ്ഞാൽ 8 ദിവസമായിരുന്നു. 8 ദിവസത്തെ സമരമായിരുന്നു നിരാഹാര സമരം നടത്തി. ഞങ്ങൾ കൂട്ടായിട്ടായിരുന്നു. അതിൽ മുഖ്യ പങ്കാളിത്തം പ്രസിഡന്റ്, ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു. ഏറ്റവും അവസാനം എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ആദ്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് അടിയന്തരാവസ്ഥ കാലത്ത് നേതാക്കന്മാരൊക്കെ ഉള്ളിലായിട്ടുണ്ടാവും. നേതാക്കന്മാർ പോയിട്ട് തലവെച്ചെടുത്ത് എല്ലാത്തിനും ജയിലിലാക്കി. ആ ഒരവസ്ഥ നമുക്ക് വരരുത്. ഏറ്റവും അവസാനം ഇനി മരിക്കണമെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് സമരം ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. അന്ന് PJ സെബാസ്റ്റ്യനും കെട്ടി കുഞ്ഞുകണ്ണനാണ്. അവർ പിന്നെ ലാസ്റ്റ് അബോധാവസ്ഥയിലായിപ്പോയി. രാത്രി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഴിമതി വിരുദ്ധ കമ്മിറ്റി ഉണ്ടാക്കി, അതിൻ്റെ ചെയർപേഴ്സണും. അങ്ങനെ സത്യത്തിൽ ആ ഒരു തീരുമാനം എടുത്തപ്പം ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ട് ഇത്രയും സപ്പോർട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെ എന്നോട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. തയ്യാറാണെന്നും ഇവരെല്ലാം കൂടെ വന്ന് ചോദിച്ചു തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ മാനാഞ്ചിറയിലും. പക്ഷെ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ 11 ദിവസം ആൾക്കൂട്ടങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ സപ്പോർട്ട്. രാത്രി ആ ടൈം വരെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. അപ്പം നമ്മളെ ആളുകളെയൊക്കെ മനസ്സിൽ അഴിമതിക്കെതിരായിട്ടുള്ള, പക്ഷേ ആരും നേതൃത്വം കൊടുക്കുക